വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തല കുനിഞ്ഞു പോയി. ഒരു പള്ളിയിലേക്ക് ഒരു ജനാസ, ഒരു മയ്യിത്ത് നമസ്കരിക്കാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് ആളുകൾ തടയുന്നതും ബഹളം വെക്കുന്നതുമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് പള്ളിയിൽ കൊണ്ടുപോകും. എവിടെയെങ്കിലും ഈ പള്ളിയിൽ കൊണ്ടുവരുന്ന മയ്യിത്തിനെ തടയുന്നത് കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഈ സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല, വയനാടാണ്, വയനാട് ജില്ലയിലാണ്. ഇതിന് മുൻപും ആ മഹലിൽ ഇങ്ങനെ സുന്നി പ്രശ്നങ്ങൾ, അതായത് സുന്നി ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നിട്ട് അവിടെ ഒരു ഗ്രൂപ്പരുടെ മയ്യത്ത്, ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ മറു കൂട്ടർ തടയുന്നതാണ് ആ വീഡിയോ. സ്നേഹവും സൗഹാർദ്ദവും വിട്ടുവീഴ്ചയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളാണ് ഈ കാണിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തടയുന്നവർക്കൊരു ന്യായം ഉണ്ടാവും, ഇതിനുവേണ്ടി വാദിക്കുന്നവർക്കൊരു ന്യായം ഉണ്ടാവും. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ നമ്മളുടെ തന്നെ പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇയാളെന്തിനീ വീഡിയോ ഇടുന്നു, നിങ്ങളിപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് ഇത് പറയാതിരിക്കാൻ പറ്റൂല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഇതുപോലെയുള്ള നെറികേടുകളുണ്ടല്ലോ, നമ്മളല്ലാതെ ആരാ അത് പറയാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ മതം തന്നെ ഒരു സമാധാനം, ഒരു കരുണയും സ്നേഹമൊക്കെയാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിങ്ങൾ പെടുക എന്ന് പറഞ്ഞാൽ എന്താ? കുറേ നിസ്കരിക്കാൻ നോമ്പോക്കൽ മാത്രമാണോ? ആ കരുണ കൂടി കാണിക്കേണ്ടോ? ആ കരുണ എന്താണ് ഇല്ലാതാവും? നമ്മുടെ ഒരു പള്ളിയിലേക്ക് ഒരു ജനാസ വന്നാൽ തടയാൻ അവകാശമുണ്ടോ? എന്തായാലും ആ വീഡിയോ നിങ്ങൾ കാണുക. ഇതിനിപ്പോൾ ഓരോരുത്തരും ഓരോ ന്യായം പറയും. അവരാ പള്ളിയിൽ പെട്ടവരല്ല, അവരാ മഹല്ലിൽ പെട്ടവരല്ല, അവർക്ക് വേറെ പള്ളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ഈ മയ്യിത്ത് നടന്നു വരില്ലല്ലോ. ഒരു കൂട്ടക്കാരായ ആളുകൾ അവിടെ കൊണ്ടുവന്നാൽ അവിടെ നിന്ന് മയ്യിത്ത് നിസ്കരിച്ചു അതിൽ ആ പള്ളി ഒന്നാകും ഒരു വിഴുങ്ങി കൊണ്ടുപോകും. അപ്പം ചുരുക്കത്തിൽ നമുക്കിടയിൽ എന്തില്ല? സത്യത്തിൽ സ്നേഹവും സൗഹാർദ്ദവും ഇല്ല. ഇത് നമ്മളിങ്ങനെ കുറേ ഗ്രൂപ്പാണ്. സുന്നികളിൽ AP സുന്നി, ഈക്ക സുന്നി, സമസ്ഥാന, ദക്ഷിണ കേരള, മുജാഹിദേരാണെങ്കിൽ പിന്നെ എണ്ണിയാൽ തീരാത്ത അത്ര ജിന്നുള്ളത്, ചെറിയ ജിന്നുള്ളത്, വലിയ ജിന്നുള്ളത്, ജമാഅത്ത്, ഇങ്ങനെ നമ്മൾ കുറേ വിഭാഗം ഉണ്ടായിക്കോട്ടെ, ഓരോരുത്തർ പ്രവർത്തിച്ച് നന്നാവട്ടെ. എന്തിനാണ് ഈ പരസ്പരം കടിച്ചു കയറുന്നത്? അതും ഇത് രണ്ട് സുന്നികളാണ് ഈ കാണിക്കുന്നത്. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നാൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതായത് AP-കാരും പള്ളി പിടിച്ചെടുക്കൽ, മദ്രസ പിടിച്ചെടുക്കൽ, പള്ളി രണ്ടാവൽ, പള്ളി പൂട്ടിടൽ, കൊലപാതകം, ഇതൊക്കെ അന്നത്തെ ചെറിയ നമ്മളൊക്കെ കുട്ടികളാവണ കാലത്തുള്ള ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന വലിയ ആളുകൾ, അത് നേരിട്ട് അനുഭവമുള്ള ആളുകളുണ്ടാവും. ഇതൊക്കെ മാറി ഇപ്പോഴും ഈ കൗമിങ്ങൾ ഈ രീതിയിൽ പോകുമ്പോൾ പബ്ലിക് മുസ്ലിംസ് പുതുതലമുറ എന്ത് മാതൃകയാണ് കളിയിൽ നിന്നുണ്ടാവണത്? പുതിയ തലമുറ വെറും ഇൻഫ്ലുവൻസർമാരായിട്ടും തോന്നിയ പോലെ നടക്കുന്നത് ഇതുപോലത്തെ നേതാക്കന്മാരാണ് നമുക്കുള്ളത്. നമ്മൾ പരസ്പരം കടിച്ചു കീറാൻ മത്സരിക്കുക, പരസ്പരം കളിയാക്കാൻ പാടില്ല, ഇത് സ്നേഹം വേണം എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ അതിൻ്റെ സംഘടനക്കാരനല്ല, അതിൻ്റെ പാർട്ടിക്കാരൻ. അപ്പോൾ എന്തും പറയാം. അപ്പോൾ ഇവിടെ പല നാട്ടിൽ നടക്കുന്ന വിഷയം എന്താ പറയുക? ഒരു മഹലിൽ ഒത്തൊരുമയോട് കൂടി നടക്കുമ്പോൾ പുതിയൊരു വിഭാഗം വരും. ഞങ്ങൾ സുന്നികളാന്ന് പറഞ്ഞിട്ട് ഓരവിടെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒന്നുകിൽ പുതിയ പള്ളി ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് റീഡിംഗ് റൂമാണ്, സാംസ്കാരിക കേന്ദ്രം എന്ന് കണ്ട് കുറേ പള്ളി ഉണ്ടാക്കിയിട്ട് രണ്ട് വിഭാഗീയത ഉണ്ടാക്കിയിട്ട് ആ പള്ളി തമ്മി തെറ്റിക്കുമ്പോൾ പോയി പറയും നിങ്ങൾ വെച്ച് അങ്ങോട്ട് മയ്യിത്ത് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അതായത് അങ്ങനെ രണ്ട് കൂട്ടരും രണ്ടായിട്ട് മാറുക. ഇവിടെ അള്ളയും ഒരേ അള്ള തന്നെ, എല്ലാവരുടെ റസൂലും ഒരേ റസൂൽ തന്നെ. നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു കാലയളവിൽ, പണ്ട് സമസ്തമൊക്കെ പിളർന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ലീഗുമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ ഒരു മഹലിയതിന് മുൻപ് ഈ സംഭവം നടന്നിട്ടാണ്. അന്നൊരു ധാരിമസ്ഥാനൊരു വോയിസൊക്കെ പുറത്തിറങ്ങിയിരുന്നു, ഇങ്ങനെ മയ്യിത്ത് നിസ്കാരം, മയ്യിത്ത് കൊണ്ടതിന് മയ്യിത്തിന് തടയരുത്, അത് ശരിയല്ല. പക്ഷേ അവിടെ ഉള്ളിൽ വാശിയാണ്. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പോയിട്ട് വേറെ പള്ളി ഉണ്ടാക്കിയവരല്ല, നിങ്ങൾ നാട്ടിൽ പിത്തന ഉണ്ടാക്കിയവരല്ല, അതുകൊണ്ട് ഇങ്ങടെ മയ്യിത്തും കൊണ്ട് വരണ്ട. ഒരു വിശാല കാഴ്ചപ്പാട്. ഓപ്പോസിറ്റുള്ളവൻ്റെ വിശ്വാസങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട, ഓപ്പോസിറ്റുള്ളവൻ്റെ ആദർശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട. പക്ഷെ ഓനോടൊരു മനുഷ്യനെ നിലക്കൊരു റെസ്പെക്റ്റ് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സംഘടന ആദർശം മാറിയാൽ തന്നെ എത്ര ഹൈറാണ്. ഇത് തമ്മി തല്ലിയിട്ടും തെറ്റിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുനാഫിക്കാക്കുക, എന്നിട്ട് എന്ത് നേട്ടം നേടുന്നത്? എന്നിട്ട് ബാക്കിയുള്ളവരോട് നന്മ പറയുമ്പോൾ പുതിയ തലമുറ പോയി പണി നോക്കാൻ പറയും. ഇതാണ് ഈ കൗമിയങ്ങൾ ആർക്കും ഇഷ്ടമല്ല. ആ വേഷം കണ്ടാൽ തന്നെ ആളുകൾക്ക് റെസ്പെക്റ്റ് പോയി. കാരണം എന്താ പറയുക, ഇത് മറ്റുള്ളവരെ കളിയാക്കാനും മറ്റുള്ളവരെ പരിഹസിക്കാനും നിൽക്കുന്നൊരു വേഷമാക്കിയിട്ടാണ് പുതിയ തലമുറ കാണുന്നത്. ഞാൻ ഈ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വിരോധം തോന്നുന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ ആൾ, ഞാൻ ഒന്നിൻ്റെ ആളല്ല. എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിട്ട് പോകുന്നൊരു മൈൻഡിലേക്ക് കാന്തപുരം മുസ്താൻ റെസ്പെക്റ്റ് ചെയ്യാം. എന്താ ഇപ്പോൾ അതിന് പ്രശ്നം?
അതിന് കാന്തപുരത്തിൻ്റെ ആൾ തന്നെ ഇന്നാലോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാന്തപുരത്തിൻ്റെ ആളല്ലെങ്കിൽ പിന്നെ എന്തിനാ കാന്തപുരത്തിനെ ഊറ്റി പുകഴ്ത്തുന്നത്? കാന്തപുരം ഉസ്താദിനെ പുകഴ്ത്താൻ കാന്തപുരം ഉസ്താദിൻ്റെ ആളാവണ്ട, ജിഫ്രി തങ്ങളെ പുകഴ്ത്താൻ ജിഫ്രി തങ്ങളെ ആളാവണ്ട, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനസ്സുണ്ടായ പോരെ. പക്ഷേ ഈ തമ്മി തല്ലും ഇതുപോലത്തെ കാഴ്ചകളും പടച്ചോനെ കാണേണ്ടുന്ന ഒരവസ്ഥ. ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് 4 ആളെ കൂടുതൽ കാട്ടാൻ മാത്രമല്ല, എൻ്റെ വീഡിയോക്ക് അത്ര കാഴ്ചക്കാരൊന്നുമില്ല. ഇവിടെ നോക്കി നോക്കി വീഡിയോൻ്റെ വ്യൂവേഴ്സ് എനിക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. പക്ഷെ ഇത് പറയേണ്ടി വരുന്നത് എൻ്റെ സാമൂഹിക ധർമ്മം എന്ന് ആലോചിച്ചിട്ടാണ്. കാരണം ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങളെ നമ്മൾ തുറന്ന് കാണിക്കണം എന്നുള്ള എൻ്റെ ഒരു സാമൂഹിക ധർമ്മ നിലക്കാണ് ഞാൻ പറയണത്. ഇതൊരു വലിയ ദയനീയതയെ. പള്ളിക്കുള്ളിൽ തർക്കങ്ങൾ നടന്ന് പള്ളി പൂട്ടിയിട്ട കാലങ്ങൾ കഴിഞ്ഞു, മദ്രസ 2ആക്കിയ കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സംഘവും ശക്തിയായിട്ട് മാറി. ഇനിയെങ്കിലും ഒരു ജനാസ വന്നു കഴിഞ്ഞാൽ അവർ നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരാ മഹലിലുള്ളവരല്ല, ഒന്നും അല്ല എന്നാണ് പറയുകയാണെങ്കിലും ഒന്നൊരു വിട്ടുവീഴ്ച കാണിക്കാനുള്ള അതല്ലടോ റഹ്മത്ത്. അല്ലാതെ 5 വക്ത് നിസ്കാരം, ഫുള്ള് നോമ്പ്, ഹജ്ജിന് എല്ലാ വർഷവും മുടങ്ങാത്ത ഹജ്ജ്, ഒരല്പം ഉള്ളിൽ കരുണയില്ലെങ്കിൽ ഓൻ എന്തോന്ന് മുസ്ലിമേ? ഓന് റസൂലുള്ളാഹിൻ്റെ റഹ്മത്തുള്ള ഒരാളാണോ? റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത് ശത്രുവിനോട് പോലും അവരോട് പോലും കരുണ കാണിക്കുന്ന ഒരു സ്വഭാവമല്ലേ? എന്നിട്ട് കാണിക്കുന്ന രീതി ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ പുതുതലമുറക്ക് പുച്ഛം തോന്നും ഈ വർഗത്തോട്. ഒന്നാമത് വയത് കേട്ടാൽ തന്നെ ഇവർക്ക് പുച്ഛാണ്. കാരണം തൊട്ടതും പിടിച്ചതൊക്കെ ഹറാമ്, അങ്ങോട്ട് നോക്കൽ ഹറാമ്, ഇങ്ങോട്ട് നോക്കൽ ഹറാമ്. ആളുകൾ മതത്തിൻ്റെ ഇളവുകൾ പറഞ്ഞാൽ എന്തോ ഒരു മോശമാണെന്ന് കരുതാൻ മതത്തിൽ ഒരു റെഡ് സിഗ്നൽ കൊടുക്കുന്ന മതാക്കി മാറ്റി അള്ളാഹിനെ അങ്ങനെ പേടിപ്പിക്കണം, നരകത്തിലിട്ട് ശിക്ഷിക്കണം. റഹ്മാനും റഹീമുമായ അള്ളാഹിനെ പരിചയപ്പെടുത്തണില്ല, അള്ളാഹിനെ സ്നേഹം കൊണ്ട് അനുസരിക്കാൻ പഠിപ്പിക്കണില്ല. കാരണം ഇത് പറയേണ്ടവൻ്റെ ഉള്ളിൽ ഇതില്ല. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഒരു വേഷത്തോട് വലിയ റെസ്പെക്റ്റാണ്. തലപ്പാവും താടിയും ആ വേഷമുള്ള ആളുകൾ ഇതുപോലെ സമുദായത്തിൻ്റെ നേതാക്കന്മാർ തല്ലുകൂടുമ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. കരുതിക്കോളി ഹബീബന്മാരെ, ഇന്നോട് ഇങ്ങോട്ടൊന്നും തോന്നരുത് അത്രയും. കാരണം നമ്മളല്ലാതെ പിന്നെ ആരാടോ നമ്മളെ നോക്കുക? നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? നമ്മൾ തന്നെ ഇങ്ങനെ തമ്മി തല്ലിയിട്ട് മറ്റുള്ളവർക്ക് എന്തിനാ ഒരു കയ്യടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ? ആ നാട്ടിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനെ തമ്മി തല്ല് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലാതിരിക്കട്ടെ. എൻ്റെ നാട്ടിലൊക്കെ വളരെ റാഹത്താണ്, എല്ലാ സംഘടനക്കാരും ഉണ്ട്, പരസ്പരം യോജിപ്പും. പക്ഷേ നാട്ടിൻ്റെ ഒരു കാലത്തിൽ ഇതുപോലത്തെ ഒരു തല്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നത്, കാസർഗോഡ് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചൊരു വാർത്ത ഞാൻ കണ്ടു. 16 വയസ്സുള്ള പെണ്ണിൻ്റെ ഉസ്താദിനെതിരെ കേസ്, പള്ളി കമ്മിറ്റിക്കെതിരെ കേസ്, ആ പെൺകുട്ടിയുടെ ഉപ്പാക്കെതിരെ കേസ്, വരൻ്റെ ഉപ്പാക്കെതിരെ കേസ് ഉണ്ട് തോന്നണേ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൊണ്ട് എന്തിനാണ് ഈ കല്യാണം കഴിപ്പിച്ചത്? എന്തപ്പം നേരത്തെ കല്യാണം കഴിപ്പിച്ച വലിയൊരു അവസ്ഥ? എത്ര കുട്ടികളുടെ ലൈഫ് അങ്ങനെ. ഞാനൊരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയും, എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിൽ നേരത്തെ കല്യാണം കഴിഞ്ഞിട്ട് ലൈഫ് കോച്ചാട്ടായ കുറേ കേസുകളുണ്ട്. എന്നിട്ട് ഈ ഒരു കാലത്ത് ഇതിൽ നിൽക്കണം. ആ വാർത്ത ഒന്ന് കാണും. കാസർഗോഡ് നടന്ന ശൈശവ വിവാഹത്തിൽ പെൺകുട്ടിയുടെ പിതാവടക്കം 4 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹത്തിലാണ് കേസെടുത്തത്. വിശദാംശങ്ങൾ ഫെലിക്സ് പുളിക്കൽ നൽകും. ഫെലിക്സ്, എങ്ങനെയാണ് പോലീസിന്റെ നടപടി? അനിത, ഈ മാസം 13-നാണ് ഈ വിവാഹം നടന്നിട്ടുള്ളത്. 16 വയസ്സുള്ള പെൺകുട്ടിയെ 28 വയസ്സുള്ള യുവാവാണ് വിവാഹം ചെയ്തത്. ഇത് സംബന്ധിച്ച് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നത് സംബന്ധിച്ച് നാട്ടുകാരാണ് കാസർഗോഡ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന അന്വേഷണത്തിൽ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ചന്ദേര പോലീസ് ഈ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ വിവാഹം കഴിച്ച യുവാവും ഒപ്പം തന്നെ ഈ ജുമാ മസ്ജിദിന്റെ സെക്രട്ടറി, ഒപ്പം ഈ പെൺകുട്ടിയുടെ പിതാവ്, ഈ ഉസ്താദ്, മസ്ജിദിലെ ഉസ്താദ് എന്നിവരാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. കൂടുതൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് ഈ പരാതി ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചപ്പോൾ തന്നെ വിശദമായ അന്വേഷണം ചൈൽഡ് ലൈൻ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ ഇതുപോലത്തെ തെമ്മാടിത്തരത്തിന് കൂട്ടിക്കണത് എന്ത് സാഹചര്യം കൊണ്ട്? ഒരു പക്ഷേ പെൺകുട്ടിക്ക് വയസ്സ് കൃത്യമായിട്ട് ആയിട്ടുണ്ടാകും, രേഖയിൽ കുറഞ്ഞതാണോ? അങ്ങനെയും സാധ്യത ഉണ്ട്. എന്നാൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് നേരത്തെ ഓടിച്ചിട്ട് എന്ത് നേട്ടാ മറ്റേ ഉമ്മമാരങ്ങൾ നേടുന്നത്? അവർ പഠിക്കട്ടെ, അവർ ജോലി നേടട്ടെ. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് കല്യാണം വേണമെങ്കിൽ 17-18 വയസ്സായിട്ട് കെട്ടിച്ചാൽ പോലെ എന്തിനത്ര ധൃതി? നേരത്തെ ഉറപ്പിച്ചിടരുത്. നിങ്ങൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഉറപ്പിച്ചിടേണ്ടത്. അതൊക്കെ പ്രായപൂർത്തിയൊക്കെ ആയി 10-22 വയസ്സൊക്കെ ആയിട്ട് അവർക്ക് ഓക്കെ എനിക്ക് കല്യാണം വേണമെന്ന് പറയുകയാണെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾ നാറ്റക്കേസ് ഉണ്ടാക്കില്ല പാവ ഉസ്താദുമാർ അവരവരെ ജോലി ചെയ്ത് അതിനിപ്പോൾ എന്തായി കേസായി. ഇത് വലിയ ക്രിമിനൽ കേസായിട്ട് മാറൂലേ? ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ പൊട്ടത്തരത്തിൽ പോയി ചാടരുത്. ഈ ഒരു വീഡിയോ കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം നിങ്ങൾക്ക് 19 വയസ്സായി എന്താ വാപ്പ കെട്ടിച്ചേരാത്ത ഓക്കെ നിങ്ങൾ കെട്ടിക്കോളി. അല്ലാതെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണ്ട. അതേപോലെ ഉപ്പമാരെ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കുക, പഠിക്കണവരാണെങ്കിൽ പഠിക്കട്ടെ, നല്ല ജോലിയൊക്കെ വാങ്ങുന്നിട്ട് 10-22 വയസ്സാകുമ്പോൾ പോരെ. അപ്പോൾ ഓക്കെ, ബായ്.